ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിനും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട്. എല്ലാ ഘടകങ്ങൾക്കുമൊപ്പം ഭാഗ്യം കൂടി ഒത്തുചേരുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയസാധ്യത ഏറുന്നത്. എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് എളുപ്പമല്ല. നല്ല മനസ്സും കഠിനാധ്വാനവും സത്പ്രവർത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകും. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കുക എന്ന് ചിന്തിച്ചു പോകാറില്ല. അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഫെങ് ഷൂയി ശാസ്ത്രപ്രകാരം അത്തരത്തിലുള്ള ചില ഭാഗ്യ സൂചനകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ആദ്യത്തേതാണ് വസ്ത്രം തിരിച്ചു ധരിക്കുന്നത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉൾഭാഗം പുറത്തു കാണുന്ന രീതിയിൽ മറിച്ചിട്ട് അബദ്ധം സംഭവിക്കാറുണ്ട്. വെറും ഒരു കൈയബദ്ധമായി ചിരിച്ചു തള്ളുമെങ്കിലും ഇതും ശുഭസൂചനയായാണ് പല വിശ്വാസങ്ങളിലും കരുതിപ്പോരുന്നത്. വളരെ കാലമായി ദൗർഭാഗ്യങ്ങൾ പിന്തുടരുന്നവർക്ക് കഷ്ടകാലം മാറുമെന്നും ഭാഗ്യം വരുമെന്നതുമുള്ളതിൻ്റെ സൂചനയായാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അടുത്തതാണ് കണ്ണുകൾ തുടിക്കുന്നത്. പരമ്പരാഗത ചൈനീസ് വിശ്വാസങ്ങൾ പ്രകാരം കണ്ണുകൾ തുടിക്കുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിന് സൂചനയാണ്. അതേസമയം വലം കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അതത്ര നല്ല സൂചനയല്ല. നിർഭാഗ്യങ്ങൾ തേടിയെത്തുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് പക്ഷി കാഷ്ടിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷി ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകരമായ മറ്റൊരു കാര്യമില്ല. തലയിലാണ് പക്ഷി കാഷ്ടം പതിക്കുന്നതെങ്കിൽ പറയുകയും വേണ്ട. ഇതിനെ ശുഭസൂചനയായാണ് കണക്കാക്കേണ്ടത്. പല ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷി കാഷ്ടം തലയിൽ വന്ന് പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. ചില രാജ്യക്കാരട്ടെ പക്ഷിക്കാഷ്ടം തറയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ ഭാഗ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവ ശേഖരിച്ച് വീടിനുള്ളിൽ എടുത്തു വയ്ക്കുക വരെ ചെയ്യാറുണ്ട്. അടുത്തത് സ്വപ്നങ്ങൾ. മനസ്സിൽ സന്തോഷം നൽകുന്ന കാഴ്ചകൾ സ്വപ്നത്തിൽ വരുന്നതും ഭാഗ്യം വരുന്ന വഴിയാണെന്ന് സൂചിപ്പിക്കുന്നത്. മഴവില്ല്, ഇരുണ്ട ഗുഹയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് എന്നിവ സ്വപ്നത്തിൽ കാണുന്നത് കഷ്ടകാലത്തിന് അവസാനം വരുന്നു എന്ന് മനസ്സിലാക്കി തരുകയാണ്. വളരെ കാലങ്ങളായി ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നവർ ഇത്തരം ശുഭകരമായ സ്വപ്നങ്ങൾ കണ്ടാൽ തീർച്ചയായും ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അടുത്തത് നീല ശംഖുപുഷ്പം. നീല നിറത്തിലെ ശംഖുപുഷ്പം ഇതുപോലെ നല്ല കാലത്തിന്റെ ലക്ഷണമായി കണക്കാക്കുക. ശനിദേവന്റെ പ്രധാന പുഷ്പമാണ് നീല ശംഖുപുഷ്പം. ഇത് പ്രസാദമായി ലഭിക്കുന്നതും ആരെങ്കിലും നമുക്ക് കൊണ്ടുതരുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇത് ശനിയാഴ്ച ലഭിക്കുന്നതും ഏതെങ്കിലും കർമ്മത്തിന് മുന്നോടിയായി ലഭിക്കുന്നതും വളരെ ശുഭകരമാണ്. അടുത്തത് കറുത്ത പശു. കറുത്ത പശുവിനെ കാണുന്നത്, പ്രത്യേകിച്ചും ശനിയാഴ്ച കാണുന്നത് ഏറെ നല്ലതായി കണക്കാക്കുന്നു. ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങുമ്പോഴോ യാത്രാമധ്യേ കാണുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലെ യാത്രയ്ക്കായി ഇറങ്ങുന്നതിന് മുൻപ് നീല വസ്ത്രം ധരിച്ച് ആരെങ്കിലും കാണുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നു എന്നൊരു സൂചനയാണ് നൽകുന്നത്. അടുത്തത് കാക്ക. ശനിദേവന്റെ വാഹനമാണ് കാക്ക. ശനിയാഴ്ച ദിവസം ഇവ കൂടുതലായി വരുന്നത് നല്ല കാലം വരുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് നല്ലതാണ്. എന്നാൽ ഇവ ശനിയാഴ്ച തലയിൽ തൊടുന്നത് ദോഷകരമായും കണക്കാക്കുന്നു. അതിന് പരിഹാരമായി ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാടും ദർശനവും ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.